ഓസ്ട്രേലിയയിൽ നടന്ന ഭീകരാക്രമണം പ്രത്യേകിച്ച് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെയാണ് നടന്നത്. ഓസ്ട്രേലിയൻ ടൈം 6:15 ഈവനിങ് സിഡ്നിക്കടുത്ത് ബോണ്ടി ബീച്ച്, അത് പ്രശസ്തമായൊരു ബീച്ചാണ്, അവിടെയാണ് ഈ ആക്രമണം നടന്നത്. മനസ്സിലാക്കുക, മതഭീകര ആക്രമണമാണ് നടന്നത്. 2 പേരാണ് ഉൾപ്പെട്ടത്. 2 പേരും മുസ്ലിങ്ങളാണ്. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാം. അതായത് 6:15 സമയത്ത് 2 പേര് കറുപ്പും വസ്ത്രമാണ് ഇട്ടിരുന്നത്. അവര് ഈ ബോണ്ടി ബീച്ചിനടുത്തോട്ട് വരുന്നു. കാറിനകത്ത് എക്സ്പ്ലോസീവ് ഉണ്ട്. അപ്പോൾ ഒരാൾ കാറിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പോകുന്നു, ഫയർ ചെയ്യുന്നു. ഒരാൾ ഇപ്പുറത്തെ ഭാഗത്ത് മാറിയിട്ട് ബീച്ചിലോട്ട്, അതായത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ആ മരങ്ങളുടെ അവിടെ നിന്നാണ് ആദ്യം ഇവർ ഫയർ ചെയ്യുന്നത്. ഫയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഒരു ബൈസ്റ്റാൻഡർ, അതായത് ബൈസ്റ്റാൻഡർ ചെയ്ത് പോയെന്നൊരാൾ, അയാളുടെ പേര് അഹമ്മദ് അൽ അഹമ്മദ്, അയാളാണ് ഹീറോ എന്ന് പറയുന്നത്. അയാൾ അതിലൊരാളെ, വെപ്പൺസ് ഒന്നും ഇയാളുടെ കയ്യിലില്ല, അയാൾ പെട്ടെന്ന് പോയി ഈ ഫയർ ചെയ്യുന്ന ഒരാളെ പിടിക്കുന്നു. അയാളുടെ ഇന്ന് റൈഫിൾ പിടിച്ചു വാങ്ങുന്നു, അയാളെ മാറ്റി വെക്കുന്നു. എന്നിട്ട് ഈ ഭീകരൻ കാറിൻ്റെ അടുത്തോട്ട് വീണ്ടും പോകുന്നു. അവിടുന്ന് മറ്റൊരു റൈഫിൾ എടുക്കുന്നു, ഇയാളെ ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇയാൾ ഒരു മരത്തെ പിടിച്ച് ആ ഫയറിങ് വെടിവെപ്പിൽ നിന്നും ഒഴിവാകുന്നു. പക്ഷെ വീണ്ടും ഈ 2 പേരും കൂടെ തൊട്ടടുത്തുള്ള ബോണ്ടി ബീച്ചിനടുത്തുള്ള ഒരു പാലം, ഒരു ചെറിയ ബ്രിഡ്ജുണ്ട്, അവിടെ നിന്ന് ഫയർ ചെയ്യുന്നു. ഇതാണ് സംഭവം. ഇതാണ് ഇൻസിഡന്റ് ഉണ്ടായത്. 12 പേര് കൊല്ലപ്പെട്ടു, 28 പേര് സീരിയസ്ലി ഇഞ്ചേർഡ് ആണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ജൂയിഷ് ഫെസ്റ്റിവലായ ഹനുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം ഈ 5th സെഞ്ച്വറിയിൽ ഗ്രീസ് പട്ടാളവുമായിട്ട് കൺസർവേറ്റീവ് ജൂസ് നടത്തിയ ഒരു ആക്രമണമുണ്ട്. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കൺസർവേറ്റീവ് ജൂസിന് അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അവരും ഗ്രീസ് പട്ടാളത്തെ ജയിച്ച ദിവസം, അത് 8ഓളം ദിവസം, അത് നമ്മുടെ ദീപാവലി പോലെ നിങ്ങൾ കണ്ടു കാണും, ഈ ജൂയിഷിൻ്റെ വിളക്ക് കത്തിക്കുന്ന ലാമ്പ്, കാരണം 8ഓളം ലാമ്പ്, അവരുടെ ഒരു പ്രത്യേക ലാമ്പുണ്ട്. അപ്പം ആ ലാമ്പ് തെളിയിക്കുന്ന 1ാമത്തെ ദിവസമാണിത്. 8 ദിവസം നീണ്ടു നിൽക്കും. 8ഓളം ലാമ്പ് ഇത് കത്തിക്കും. ഇതാണ് ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. വലിയ ഫെസ്റ്റിവലല്ല, പക്ഷേ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഇത് വലിയ ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിന് ഏകദേശം ഒരു ഗ്യാതറിങ് 1500ഓളം 2000 ജൂയിഷ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് സിഡ്നിയിലുള്ളവരും മറ്റുള്ള ഭാഗത്തുള്ളവരും അവിടെ അസംബിൾ ചെയ്തു. അവിടെ ഫുഡ് കോർട്ടുണ്ട്, മറ്റുള്ള പരിപാടികളുണ്ട്. അതായത് ഒരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഉത്സവമൊക്കെ നടക്കത്തില്ലേ, അതേപോലെ തന്നെ. അപ്പം അതിൻ്റെ ഭാഗത്തോട്ടാണ് ഈ പറയുന്ന 2ഓളം ഇസ്ലാമിക മതഭീകരന്മാർ കടന്നു വരുന്ന ഇത് ഫയർ ചെയ്യുന്നത്. ഇതാണ് അവിടെ നടന്ന ഇൻസിഡൻറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ 1ാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം യുണൈറ്റഡ് നേഷൻ 2 സ്റ്റേറ്റ്, അതായത് ജൂയിഷ് സ്റ്റേറ്റും വേണം പാലസ്റ്റീനും വേണം എന്ന് യുണൈറ്റഡ് നേഷനിൽ ആവശ്യപ്പെട്ടു, അതായത് പ്രസിഡന്റ് ആന്റണി ആൽബനീസ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ 1645 ആൻറ്റി സെമറ്റിക് ഇഷ്യൂസ് ഉണ്ടായി. അതായത് ജൂയിഷ് അവരുടെ കച്ചവടങ്ങളും റെസ്റ്റോറൻറ്റുകൾ കത്തിക്കുക, അവരുടെ സിനഗോഗ് കത്തിക്കുക, സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്യുക, അങ്ങനെ സ്ഥിരം അതുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം അവിടെ ഉണ്ടായത് 1645 ഇൻസിഡൻറ്റുകളാണ് ഓസ്ട്രേലിയ ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൻറ്റി സെമറ്റിക് ഇഷ്യൂസ് നടന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അവിടെയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി കേൾക്കുക,
അവർ ഏകദേശം 1,30,000 40,000 പേരോളം ഉണ്ട് അവിടെ താമസിക്കുന്നവരുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ വരുന്നത് ഈ ഹോളോകോസ്റ്റിന് ശേഷമാണ്. ഇസ്രായേൽ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ജൂയിഷ് കമ്മ്യൂണിറ്റി മൈഗ്രേറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ഓസ്ട്രേലിയയിലാണ്. അവർ ബിസിനസ്സുകാരുണ്ട്, ലോയേഴ്സ് ഉണ്ട്, അക്കാഡമീഷ്യൻസ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നവരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. അല്ല, ഹൈ പ്രൊഫഷനാണ്. അതൊരു അപ്പർ മിഡിൽ ക്ലാസ്സുമാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി ഓസ്ട്രേലിയ. സാമ്പത്തികമായിട്ട് അവർ കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ ജീവിക്കും. ഒരു ക്ലോസ്ഡ് സംഭവമാണ്, അവർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി. അവർക്ക് സിനഗോഗും അവർ റാബി സംഭവങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കലി ഇത്രയും പ്രാവശ്യം ഉണ്ടായപ്പോഴും ഗ്ലോബലായിട്ടും പല ഇൻ്റർനാഷണൽ ഏജൻസികളും ഇവരെല്ലാം ഈ ആൻ്റണി ആൽബനീസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയോടും അവരുടെ ക്യാബിനറ്റിനോടും പറഞ്ഞതാണ് ആൻറ്റിസെമറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ കൺട്രോൾ ചെയ്യണം, ഇത് ക്രമം വിട്ടു പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇറാൻ എംബസി അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു ആ ഗവൺമെൻറ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരാണ് ഈ ആൻറ്റിസെമറ്റിക് ജൂയിഷിനെതിരെ ഉള്ളതിനകത്ത് ഫണ്ട് ചെയ്യുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഡിജിറ്റൽ രീതിയിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ അവരുടെ സിനഗോഗും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കാൻ അവരാണ് ഫണ്ട് ചെയ്ത് എൻകറേജ് ചെയ്യുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ കാര്യം ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറാനിയൻ കോൺസുലേറ്റ് എംബസി അവിടുന്ന് ടെർമിനേറ്റ് ദൂരെയാണ്. അപ്പോൾ ഇറാനും എന്ത് ചെയ്തു, അത് ബേസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവരും അത് കൺഡൗൺ ചെയ്തു, ഡൗൺസൈസ് ചെയ്തു. ഓസ്ട്രേലിയ കംപ്ലീറ്റ് അവരുടെ എല്ലാ ഓപ്പറേഷൻസ് ഇറാനിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇനി യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ പറയാം. ആ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ്. അതായത് അവിടെ താമസിക്കുന്ന സിറ്റിസൺസ് എത്രയോ വർഷം കൊണ്ട് നല്ല പൊസിഷനിലുണ്ട്, ബിസിനസ് ഉണ്ട്, ഗവൺമെൻറ് ജോബിലുണ്ട്, എല്ലായിടത്തും വൈറ്റ് കോളർ ജോബ് എല്ലാം ചെയ്യുന്നവരുണ്ട്. പല ആവർത്തി അവിടുത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ പറഞ്ഞതാണ് വല്ലാത്തൊരു ഗ്രൂപ്പ്, അതായത് ഇസ്ലാമിക റാഡിക്കൽ ഗ്രൂപ്പ് ഓസ്ട്രേലിയയിൽ വളർന്നു വരുന്നുണ്ട്. അതിനെ കർബ് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. അവർ ഇടയ്ക്ക് ആൻറ്റിസെമറ്റിക്കും അതേപോലെ തന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെയും ഗ്ലോബലായിട്ട് ക്യാമ്പയിൻ്റെ ഭാഗമാണ്. അവർ വളരെയധികം പേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക, 7th ഒക്ടോബർ അതായത് ഹമാസ് അവിടെ അറ്റാക്ക് ചെയ്ത ശേഷം, ഇസ്രായേലി അറ്റാക്ക് ശേഷം ഏറ്റവും വലിയൊരു അറ്റാക്കാണ് ഈ പറയുന്ന 12ഓളം പേര് കൊല്ലപ്പെട്ടു, 26-27 സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. അപ്പോൾ ഉണ്ടായിരിക്കുന്ന അറ്റാക്ക്, അതായത് പൂർണ്ണമായിട്ട് ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ വിട്ടുവീഴ്ചയാണ്. ആ ഗവൺമെൻറ്റിന് പ്രോപ്പറായിട്ട് അവിടെയുള്ള അവരുടെ കമ്മ്യൂണിറ്റി, അതായത് ആ രാജ്യത്തെ സിറ്റിസനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന, ഓസ്ട്രേലിയ ഇഷ്ടം പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടെ കയറ്റിയിട്ടുമുണ്ട്. അവർ കാരണം ലേബർ പാർട്ടിയാണ് ഭരിക്കുന്നത്, ആ രാജ്യത്തിന് ആൾക്കാരെ വേണം. അവർ പല ആൾക്കാരെ ഇല്ലീഗലായിട്ടോ അല്ലാതെ ഒക്കെ അവിടെ കയറിയിട്ടുണ്ട്. അപ്പം ഇത് ഈ പറയുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇവരവിടുത്തെ ക്യാമ്പസുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പരസ്യമായിട്ട് ഹമാസിൻ്റെ ഗ്രാഫിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായി. പരസ്യമായി ഹമാസിന് പിന്തുണയ്ക്കുന്ന റാലികൾ അവിടെ ഉണ്ടായി. ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ആൻ്റണി ആൽബനീസ്, അതായത് ഇപ്പോഴത്തെ കറണ്ട് മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റി അവരുമായി ബന്ധപ്പെട്ട പല സർവേ റിപ്പോർട്ടുകളും ടൈംസ് ഓഫ് ഇസ്രായേലിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വലിയൊരു ശതമാനം ജൂയിഷ് കമ്മ്യൂണിറ്റിക്കും അവരവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് പറയാൻ ഓസ്ട്രേലിയയിൽ പേടിയാണ്. കാരണം എപ്പോഴാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സ്ത്രീകൾക്കും അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് പറയാൻ പേടിയാണ്. കാരണം മനസ്സിലാക്കുക, ഇത് ഇസ്രായേലി ന്യൂസ് പേപ്പറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യം, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഇത് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അവർക്ക് അവരുടെ ചർച്ചകളിൽ പോകാൻ പോലും ഇവരുടെ അടുത്തുകൂടുള്ള, കാരണം ഇവരുടെ നെയ്ബർഹുഡ്, ഇസ്ലാമിക വിശ്വാസികൾ താമസിക്കുന്ന നെയ്ബർഹുഡിൽ കൂടെ ചർച്ചകളിൽ പോകാൻ പോലും പലർക്കും പേടിയാണെന്ന് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റ്, അതായത് എങ്ങനെയാണ് UK സംഭവിച്ചത്. നിങ്ങൾക്കറിയാം, UK
അവിടെ സിനഗോഗിൽ ഇതേപോലൊരു ടെററിസ്റ്റ് വന്ന് അവരെ കത്തി കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു, കൊല്ലുന്നു. മൂന്നോളം പേരാണ് കൊല്ലപ്പെട്ടത്. മനസ്സിലാക്കുക അതേപോലെ അതിനേക്കാളും ഭീകരമായ സംഭവമാണ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഓസ്ട്രേലിയയിൽ എന്ന് പറയുന്ന രാജ്യത്ത് സ്വതന്ത്രമായിട്ട് വളരെ പ്ലൂറൽ സൊസൈറ്റിയാണ്, സെക്യുലറാണ്, എല്ലാ രീതിയിലുള്ള ലാംഗ്വേജിനെയും മതത്തെ എല്ലാം അംഗീകരിക്കുന്നവരാണ്. പക്ഷെ ഒരു കൂട്ടർക്ക് വലിയ പ്രശ്നമായി മാറി അതിനെ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ മറ്റുള്ള ചില ഇസ്ലാമിക കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ പല ഗ്രൂപ്പുകളും തയ്യാറാകുന്നു. അപ്പോൾ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ഓഗസ്റ്റിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഡോക്യുമെന്റ്സി കൊടുത്തത്. ഏതൊക്കെ ഗ്രൂപ്പാണ് അവിടെ ആൻറ്റി സെമറ്റിക് ആയിട്ട്, അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെയും പ്രശ്നമുണ്ടാക്കുന്നത്, ആരാണ് ഫണ്ട് ചെയ്യുന്നത്, ആരാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്, അവരതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇറാനിയൻ എംബസി അവിടുന്ന് മാറ്റിയത്. ഒരു കാര്യം പറയാം, ഈ ഹമാസിനും ഇറാനും ഉണ്ടായ തോൽവി, ഈ ഹമാസ് ഇസ്രായേൽ അനുകൂലികൾക്ക് ഗ്ലോബലായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യണമെന്നൊരു വലിയ സംഭവമാണ്. എവിടെയൊക്കെ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ കാണുന്നു അവരെ എല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്യുക, അവരുടെ സ്കൂളുകൾ അറ്റാക്ക് ചെയ്യുക, അതായത് കുട്ടികളെ കൊച്ചുകുട്ടികളെ ഇരിക്കുന്ന കിൻഡർ ഗാർഡൻ അവിടെ അറ്റാക്ക് ചെയ്യുക, ഷോപ്പുകൾ അറ്റാക്ക് ചെയ്യുക, അവരുടെ എവിടെയൊക്കെ കമ്മ്യൂണിറ്റി കൊടുന്ന് അവിടെ പോയി വെടിവെക്കുക. അതായത് മനസ്സിലാക്കുക, ഈ ബോണ്ടി ബീച്ച് അറ്റാക്കിനകത്ത് ആ കാറിനകത്ത് ഹ്യൂജായിട്ടുള്ള എക്സ്പ്ലോസീവ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് പറയുന്നത്, ആത്മഹത്യ ചെയ്തും ആൾക്കാരെ കൊന്നും സ്വർഗത്തിൽ പോകുന്ന ഐഡിയോളജി, അതായത് അതിൻ്റെ റിലീജിയസ് ഐഡിയോളജി, അത് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ഇന്നും ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അതായത് വരാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഈ ഓസ്ട്രേലിയൻ ഇഷ്യൂ ഇന്ത്യക്കാരെയും ബാധിക്കും. അതായത് ഇന്ത്യയിൽ ഓസ്ട്രേലിയ ഇഷ്ടംപോലെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ മുസ്ലിങ്ങളുണ്ട്, മലയാളികൾ എനിക്കറിയുന്ന പലരുമുണ്ട്. അപ്പം ഇതേപോലെയുള്ള മുസ്ലിം പേരുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന കാര്യം, പിന്നീട് ഈ സംഭവം പല ആൾക്കാർക്കും അവിടെ പോകാൻ പറ്റാത്ത രീതിയാകും. അതായത് ഗവൺമെൻറ് ഓഫ് ഓസ്ട്രേലിയ മറ്റുള്ള ഗ്ലോബൽ രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് അമേരിക്ക ആണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഒക്കെ പ്രഷർ വന്ന് അവർ വലിയ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ തന്നെ എടുക്കും. ആക്ഷൻ എടുത്തപ്പോൾ അവിടുന്ന് ഈ ഡീപ്പോർട്ടേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ഇതാണ് ഇത് അനന്തരഫലം ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം പറയാം. ഇസ്രായേലി ജൂയിഷ് കമ്മ്യൂണിറ്റി ഒന്നും ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ് ഒന്നും പേടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഈ പറയുന്ന അവർക്ക് എല്ലായിടത്തും അവർക്ക് ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. അതായത് മനസ്സിലാക്കുക, ഏകദേശം 1000-1200 പേർ കൊടുക്കുമ്പോൾ എവിടുന്നോ മറഞ്ഞിരുന്നാണ് ഇവർ ഫയർ ചെയ്യുന്നത്. അവർക്കറിയാം അവരെ ഒറ്റപ്പെടുത്തി കൊല്ലാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ ആയിരിക്കും ഒരു ഗ്ലോബലി ഈ പറയുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അവർക്കും ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.